ദിവസം ഞാൻ നിതിൻ കമ്പത്തിന്റെ ഒരു ട്വീറ്റ് കണ്ടു. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിട്ടാണ് ആ ഒരു ട്വീറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിച്ചത്? നമുക്കറിയാം, നമുക്കൊരു ചെറിയ ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോഴേക്കും നമ്മുടെ എല്ലാ സേവിങ്സും എടുത്ത് ആ ഹോസ്പിറ്റൽ ബില്ല് നമ്മൾ അടയ്ക്കും. അങ്ങനെ നമ്മൾ പാപ്പരാകും എന്നുള്ളതാണ്. ഓൾറെഡി ഹോസ്പിറ്റലിലാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ മെൻ്റലി നമ്മൾ തളർന്നു തന്നെ ഇരിക്കുകയായിരിക്കും. അതിൻ്റെ കൂടെ സാമ്പത്തികപരമായിട്ട് കൂടി നമുക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ സേവിങ്സും അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ ആലോചിക്കില്ല. എല്ലാ പൈസ എടുത്ത് ചെലവാക്കി ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുമെന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നത്? നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ സേവിങ്സ് ചെയ്താലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഈ സേവിങ്സ് എല്ലാം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുള്ളത്, എങ്ങനെ നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് ഇരട്ടിപ്പിക്കാം, എങ്ങനെ നമ്മുടെ ജോലിയുടെ കൂടെ തന്നെ പാസീവായിട്ട് ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. ഇവിടെയാണ് സ്മാർട്ട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം. പല രീതിയിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ സേവിങ്സ് വളർത്താനും ഈ സ്മാർട്ട് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ സഹായിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഡിറ്റോ ഇൻഷുറൻസ് അഡ്വൈസറി പ്ലാറ്റ്ഫോം കണ്ടത്. ആളുകളുടെ പൈസ സേവ് ചെയ്യുന്നതിനും ആളുകളെ സംരക്ഷിക്കുന്നതിനും വളരെ സ്മാർട്ടായി പൈസ സേവ് ചെയ്യുന്നതിനും ഈ വെബ്സൈറ്റ് നമ്മളെ സഹായിക്കും. നമുക്കറിയാം, ഇന്നത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 ലക്ഷമോ 2 ലക്ഷം രൂപയൊന്നും ബില്ലാവാതെ നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇത് ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് പണപ്പെരുപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് കൂടിയാണ് വരുന്നത്. പണ്ടൊക്കെ നമ്മൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ വളരെ ചെറിയ പൈസയ്ക്ക് മരുന്ന് മേടിച്ച് നമുക്ക് ഇറങ്ങിപ്പോരായിരുന്നു. പക്ഷെ ഇന്ന് നോക്കിക്കേ, ലക്ഷങ്ങളാണ് പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നമുക്ക് ആവുന്നത്. അവരതൊരു ബിസിനസ്സായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആണ്. പ്രത്യേകിച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും മെൻ്റലി വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും. 60കളിൽ വരുന്ന അസുഖങ്ങൾ വരെ നമുക്ക് 30കളിൽ വരെയാണ്. പല ചെറുപ്പക്കാർക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്കുകളൊക്കെ വരുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമല്ല. തീർച്ചയായും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ സ്മാർട്ടായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഷീൽഡ് പോലെയാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളാണ് ഒരൊറ്റ ഇൻകം കൊണ്ടുവരുന്ന ഒരാളെങ്കിൽ നിങ്ങൾ ശരിക്കും പെട്ടുപോകും. അവിടെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ ഒരു ഷീൽഡ് പോലെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സേവിങ്സ് ഒന്നും പൊട്ടിക്കാതെ തന്നെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളുടെ ഹോസ്പിറ്റൽ ചെലവ് താങ്ങും. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് വർഷാവർഷം ചെറിയൊരു പ്രീമിയം മാത്രം അടച്ചാൽ മതി. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനലല്ല, ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. ഇനി നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് ചെല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അവർ പല രീതിയിൽ നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ തന്ന് നമ്മൾ അട്രാക്റ്റ് ചെയ്യിക്കാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ ഒരു ഡിറ്റോ വെബ്സൈറ്റ് നമ്മളെ സഹായിക്കുന്നത്. ഈ ഒരു ഡിറ്റോ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളെ അവർ ഭംഗിയായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് അനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഈ ഡിറ്റോ വെബ്സൈറ്റിൽ നിന്ന് കോള് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഡിറ്റോ ആപ്പ് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുപ്പിക്കുകയല്ല. ഇവിടെ പ്രത്യേകിച്ച് ഒരു നിബന്ധനയോ സെയിൽസോ ഒന്നും തന്നെ നടക്കുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങളനുസരിച്ച് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ സജസ്റ്റ് ചെയ്ത് തരികയാണ്. ഇത് നമ്മുടെ പോളിസി ടേംസ് സിംപ്ലിഫൈ ചെയ്ത് തരുന്നു. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കോസ്റ്റ് വരാത്ത രീതിയിൽ ഇവർ നമുക്കത് മാനേജ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഈ ഡിറ്റോ വെബ്സൈറ്റിൽ നിന്ന് ഒരു മലയാളി അഡ്വൈസറുടെ സഹായവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളൊരു ക്ലെയിം എടുക്കുമ്പോൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. അതായത് സെറ്റിൽമെൻറ്റ് റേഷ്യോ കൂടുതലാണെങ്കിൽ അത് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് കൂടുതലായിട്ടുള്ള ഹോസ്പിറ്റൽസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് റേഞ്ച്, റെപ്യൂട്ടേഷൻ റിവ്യൂസ്, അതുപോലെ തന്നെ അവരുടെ കസ്റ്റമർ സപ്പോർട്ട്, സർവീസ് ഈസി ആക്കില്ല. അതായത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേപ്പർ വർക്കൊന്നും ചെയ്യാനോ നമുക്ക് സമയമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അടച്ച് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആണ് എന്ന് നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടുമാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി മെഡിക്കൽ എമർജൻസീസ് വരാനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെയാണ് അതിനുള്ള റൈറ്റ് സമയം. അപ്പോൾ നിങ്ങളുടെ സേവിങ്സ് സംരക്ഷിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി സിംപ്ലിഫൈ ആക്കാനായിട്ട് ശ്രമിക്കുക.